26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുന്നത് സാധാരണക്കാരെയും വിവാഹം നിശ്ചയിച്ച് കാത്തിരിക്കുന്നവരെയും കടുത്ത ആശങ്കയിലാക്കിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ ഇറാൻ ഇസ്രയേൽ സംഘർഷം കടുക്കുന്നതും സ്വർണ്ണവില ചാഞ്ചാടുന്നതിന് കാരണമാകുന്നുണ്ട്. മാത്രമല്ല, നിലവിൽ 1.5 വർഷത്തേക്ക് സ്വർണ്ണവിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകില്ല എന്ന ചർച്ചകളും സജീവമാണ്. സ്വർണ്ണവില താഴ്ന്നിടത്തു നിന്നാണ് വീണ്ടും കരകയറുന്ന കാഴ്ച ഇപ്പോൾ വിപണിയിൽ കാണുന്നത്. ഓരോ കയറ്റിറക്കത്തിലും എപ്പോൾ സ്വർണം വാങ്ങണമെന്നതിൽ സാധാരണക്കാർക്ക് വലിയ ആശങ്ക തന്നെയാണുള്ളത്. ചിലപ്പോൾ ആശയക്കുഴപ്പത്തിലാകാറുമുണ്ട്. സ്വർണ്ണാഭരണ പ്രേമികളെ ആശങ്കപ്പെടുത്തുന്ന പ്രവചനമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2026 അവസാനത്തോടെ സ്വർണ്ണവില മറ്റൊരു റെക്കോർഡിലേക്ക് എത്തിയേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ. ഒക്ടോബർ-ഡിസംബർ പാദത്തിൽ രാജ്യാന്തര സ്വർണ്ണവില ട്രോയ് ഔൺസിന് $6,000 എത്തുമെന്നും പ്രവചനങ്ങളുണ്ട്. ഈ വർഷം ജൂൺ 28 എത്തിയ $5,589 ഇതുവരെയുള്ള ഏറ്റവും വലിയ വില. നിലവിൽ 4,000 അടുപ്പിച്ചാണ് ഡോളറിന്റെ വ്യാപാരം നടക്കുന്നത്. നിലവിലെ നിരക്കുകളിൽ നിന്നും വലിയ മുന്നേറ്റമാണ് സ്വർണ്ണവിലയിൽ ഇനി പ്രതീക്ഷിക്കുന്നതെന്നും പ്രവചനമുണ്ട്. ഭൗമരാഷ്ട്രീയ സംഭവങ്ങളും ധനനയങ്ങളും കേന്ദ്ര ബാങ്കുകളുടെ വാങ്ങലുകളും സ്വർണത്തിന്റെ ഭാവിയെ വലിയ തരത്തിൽ സ്വാധീനിക്കുന്നത് തുടരുമെന്നാണ് റിപ്പോർട്ട്. സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന മുന്നേറ്റത്തിന് മറ്റൊരു കാരണം ചൈനയാണെന്നും പറയുന്നു. ചൈനയുടെ സ്വർണ്ണ ഇറക്കുമതിയിൽ വലിയ മുന്നേറ്റമുണ്ടായിട്ടുണ്ട്. 2026 ഒന്നാം പാദത്തിൽ 317 ടണ്ണായിരുന്നു ഇറക്കുമതി. മുൻപാദത്തെ അപേക്ഷിച്ച് ഏകദേശം 3 ഇരട്ടിയാണ് ഈ വർധനവായി പറയുന്നത്. മാത്രമല്ല, സ്വർണ്ണവിലയുടെ സമീപകാലത്ത് കുറയാമെന്ന പ്രവചനം നടത്തുന്ന ധനകാര്യ സ്ഥാപനങ്ങളുമുണ്ട്. ഹ്രസ്വകാലത്തേക്ക് സ്വർണ്ണവില $3,850 മുതൽ $4,000 തുടരുമെന്നും പറയുന്നു. എന്നാൽ ആഗോള സ്വർണ്ണ വിപണിയിലെ ഭൗമരാഷ്ട്രീയ സാമ്പത്തിക കാലാവസ്ഥ സങ്കീർണമായി തുടരുന്നതാണ് രാജ്യത്തെ സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് പ്രധാനമായി കാരണമെന്നും വിദഗ്ധർ സൂചിപ്പിക്കുന്നുണ്ട്. ഡോളറിന്റെ മൂല്യത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളും സ്വർണ്ണ നിരക്കിനെ കാര്യമായി സ്വാധീനിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ ഇറാൻ ഇസ്രയേൽ സംഘർഷം കടുക്കുന്നതും സ്വർണ്ണവില വീണ്ടും ഉയരാൻ കാരണമാകുന്നു. US ഫെഡറൽ റിസർവ് പലിശ നിരക്കുകളിൽ വരുത്താൻ സാധ്യതയുള്ള മാറ്റങ്ങളും നിക്ഷേപകരെ സ്വർണ്ണത്തിലേക്ക് ആകർഷിക്കുന്നുണ്ട്. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണ്ണത്തെ കാണുന്നവരുടെ എണ്ണം വർദ്ധിച്ചതാണ് ആഗോളതലത്തിൽ ആവശ്യക്കാർ ഏറാൻ കാരണമായും പറയുന്നുണ്ട്. വില കുറഞ്ഞ സമയത്ത് സ്വർണത്തിലേക്ക് പുതിയ നിക്ഷേപകർ എത്തിയത് വില ക്രമാതീതമായി ഉയരുന്നതിലേക്ക് നയിച്ചതായും പറയുന്നുണ്ട്. എന്തായാലും സ്വർണ്ണവിലയിലെ ചാഞ്ചാട്ടം സാധാരണക്കാരെയും വിവാഹം നിശ്ചയിച്ച് കാത്തിരിക്കുന്നവരെയും കടുത്ത ആശങ്കയിലാക്കുന്നുണ്ട്. വിലയിൽ നിരന്തര ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതിനാൽ അഡ്വാൻസ് ബുക്കിംഗ് നടത്തുന്നതാണ് ഉപഭോക്താക്കൾക്ക് ഏറ്റവും മികച്ച മാർഗമെന്നും പറയുന്നു. അതേസമയം പഴയ ആഭരണം വിൽക്കാൻ കാത്തിരുന്നവർക്ക് ഇത് മികച്ച സമയമായും പറയുന്നുണ്ട്. 1 പവൻ സ്വർണം വിൽക്കുമ്പോൾ 1 ലക്ഷത്തിന് മുകളിൽ ലഭിച്ചേക്കും. വരും ദിവസങ്ങളിലും വില വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിപണിയിലെ സൂചനകൾ. അതിനാൽ സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ വിപണിയിലെ മാറ്റങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.